നമ്മുടെ ചേലക്കരയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഏതാണെന്ന് അറിയോ? മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഗ്രോസറി ഐറ്റംസ് ആണ്. നല്ല പ്രീമിയം ഐറ്റംസ് ആണ്, അതുപോലെ തന്നെ നല്ല ഓഫേഴ്സും ഉണ്ട്. പുട്ടുപൊടി, മുളക് പൊടി, അങ്ങനെ അടുക്കളയ്ക്ക് വേണ്ട എല്ലാ പൊടികളിലും അടിപൊളി ഓഫറാണ്. ഡെയിലി ടേബിളിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മിതമായ വിലയിൽ ഗുണമേന്മയോടുകൂടി ലഭ്യമാണ്. ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് ഐറ്റംസ് ആയ ഫ്ലവേഴ്സ് സെക്ഷൻ, ഫ്രെയിം സെക്ഷൻ, നല്ല ഭംഗിയുള്ള പ്ലേറ്റ് സെക്ഷൻ ആൻഡ് ഗ്ലാസ് സെക്ഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ ആരും മറക്കണ്ട, ചേലക്കര മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. UNA സമരത്തിനെതിരെയും തൃശൂർ അതിരൂപതയെ അവഹേളിക്കുന്നതിനെതിരെയും കിള്ളിമംഗലം ഇടവകയിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. UNAയുടെയും സഭാവിരുദ്ധ ശക്തികളുടെയും അവഹേളനങ്ങൾക്കെതിരെ തൃശൂർ അതിരൂപതയുടെ ആഹ്വാനപ്രകാരമാണ് കിള്ളിമംഗലം ഇടവകയിൽ പ്രതിഷേധ ദിനം ആചരിച്ചത്. തൃശൂർ അതിരൂപതയെയും അതിരൂപത അധ്യക്ഷനെയും അവഹേളിക്കുന്നതിനെതിരെയും ജൂബിലി അമല ആശുപത്രികൾ തകർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെയുമായിരുന്നു ഈ പ്രതിഷേധം. ജൂബിലി അമല ആശുപത്രികളിലെ നഴ്സ് സമരത്തിന്റെ മറവിൽ ജനകീയ ആശുപത്രികൾ അടച്ചുപൂട്ടാനും അതുവഴി ആരോഗ്യ മേഖലയിൽ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് ചുവപ്പ് പരവതാനി വിരിക്കാനുമാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് കിള്ളിമംഗലം ഇടവക വികാരി ഫാദർ ഷിൻഡോ മറോക്കി അഭിപ്രായപ്പെട്ടു. കിള്ളിമംഗലം ഇടവകയിൽ നടന്ന പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ കൈക്കാരന്മാരായ സുനിൽ മറ്റപ്പള്ളി, അജിത്ത് പുന്നപ്പുഴ, അനൂപ് പുന്നപ്പുഴ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. അവൻ വാങ്ങിച്ചു, അതായത് കുറച്ച് ഷെയറൊക്കെ അവൻ വാങ്ങിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അതിലേക്ക്, അതായത് ജൂബിലി അമലയില് 100 രൂപയാണ് ഇപ്പോഴും OP ടിക്കറ്റ് പൈസ. ബാക്കിയുള്ള എലൈറ്റ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള സെൻട്രൽ ഹോസ്പിറ്റലിലൊക്കെ 300-350 അവിടെ പൈസ. അപ്പോൾ അവിടെ ജൂബിലിയെ നേഴ്സുമാർക്ക് സമരം കൂടി കൊടുക്കുന്നതെന്ന് കഴിഞ്ഞാൽ ഈ പൈസ കഴിഞ്ഞു വരും. അതുവഴിയായിട്ട് ആൾക്കാർ ജൂബിലി മൂലയിൽ മാത്രം പോകാതെ ബാക്കിയുള്ള ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെയാണ് ഈ റെസ്റ്റോറൻറ്റ് അവർ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കൂടുതൽ ആൾക്കാർ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയാണ്. അതാണ് കിട്ടുന്ന ചിന്താന്ന് പറഞ്ഞ ഒരു കാര്യം. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നേഴ്സുമാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെതിരെ നല്ല രീതിയിൽ പ്രതികരിക്കുക, പ്രതിഷേധമൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയും ഒരുപാട് സൈബർ ആക്രമണങ്ങളൊക്കെ നശിപ്പിക്കാനാണ് ഉണ്ടാവായാലും ഇവിടെയായാലും. അപ്പോൾ പ്രത്യേകമായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ന്യൂസ് ഡെസ്ക് CCV. മായന്നൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡി ക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക്. ഉദരരോഗം, ത്വക്ക് രോഗം, ഗൈനക്കോളജി, യൂറോളജി, ശിശുരോഗ വിഭാഗം, ഡയബറ്റോളജി, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ പ്രമുഖ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ നിശ്ചിത ദിവസങ്ങളിലുണ്ടാകും. രാവിലെ 6:30 മുതൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ഹോം ഡെലിവറി സൗകര്യത്തോടെ ലഭിക്കും. കുറഞ്ഞ ചെലവിൽ ലാബ് പരിശോധനകൾക്ക് പുറമെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം വീടുകളിലേക്കും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡി ക്ലിനിക്, മായന്നൂർ.